ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ഡിഫറെൻറ്റ് കമ്പനീസ്. 3 കമ്പനീസ് തന്നിട്ടുണ്ട്. പ്രസ്ത് ലിമിറ്റഡ്, മൊഡ്യൂൾ ലിമിറ്റഡ്, പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്നിട്ട് അവർ ചില സെക്യൂരിറ്റീസ് ഒക്കെ ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇൻ ടേംസ് ഓഫ് സെബി. പിന്നെ ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇൻ ടേംസ് ഓഫ് സെബി. ദിസ് ക്വസ്റ്റ്യൻ ഇസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഇവരൊക്കെ ലിസ്റ്റഡ് കമ്പനി ആണോ എന്നുള്ളത്. സിമിലർ ക്വസ്റ്റ്യൻ ഐ ബിലീവ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദിസ് ഹാസ് കം ഇൻ എക്സാം ഓൾസോ. അപ്പോൾ what is the requirement of the question? In the context of the aforesaid facts, analyze whether ഈ ടേബിൾ കൊടുത്തുള്ള കമ്പനീസ് ഒക്കെ എന്താണ് ലിസ്റ്റഡ് കമ്പനി ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി. ഓക്കെ. പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഓൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്. ഓക്കെ. ഇറ്റ് ഈസ് ഇൻഫോംഡ് that equity shares issued by പ്രസ്തും മൊഡ്യൂൾ ലിമിറ്റഡും ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇവരൊക്കെ ലിസ്റ്റഡ് കമ്പനി ആണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റഡ് കമ്പനി എന്താ സംഭവം? സെക്ഷൻ 2 ക്ലോസ് 52 ലിസ്റ്റഡ് കമ്പനി ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ പറയുന്നത് കമ്പനി ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി ഹൂസ് securities are listed on any recognized stock exchange. The word used is security. ഷെയർ എന്നല്ല പറഞ്ഞത്, സെക്യൂരിറ്റി. നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി, ഷെയർസോ ഡിബെഞ്ചേഴ്സോ എന്ത് സാധനങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ അടുത്ത സെൻറ്റൻസ് പറയുന്നുണ്ട്, ചില കാറ്റഗറി, അതായത് റൂൾസിലൂടെ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട്, അതായത് CG സെബിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ആർ നോട്ട് എ ലിസ്റ്റഡ് കമ്പനി. അത് ലിസ്റ്റഡ് കമ്പനിയുടെ ഡെഫിനിഷന് കുറച്ച് എക്സെപ്ഷനും പറയുന്നുണ്ട്. അവിടെ പറയുന്ന എക്സെപ്ഷൻ എന്തായിരുന്നു? ദാറ്റ് വാസ് മെയിൻലി ഒരു പബ്ലിക് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി അവരെ ഇക്വിറ്റി ഷെയർസ് ഒന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവരെ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരെ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഇതൊക്കെ നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിലൂടെ റേസ് ചെയ്തിട്ട് ഇത് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. അതേപോലെ നിങ്ങൾ ഇക്വിറ്റി ഷെയർസ് നിങ്ങൾ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. വാട്ട് ഈസ് ദ ഡിഫറൻസ്? സി വി ആർ സെയിങ് കമ്പനീസ് ആക്ടിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്താലും നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. കമ്പനീസ് ആക്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. കമ്പനീസ് ആക്ടിൽ ഒരുപാട് സെക്ഷനിൽ ചില സെക്ഷൻസിൻ്റെ ആപ്ലിക്കബിലിറ്റി എല്ലാ ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാം ഈ പ്രൊവിഷൻസ് ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് വോട്ടിംഗ് സെക്ഷൻ 108 ഫസ്റ്റിനെ പറയും ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് സെക്ഷൻ 138 ഫസ്റ്റിനെ പറയും ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ബാക്കി കമ്പനീസ് പബ്ലിക് കമ്പനി ഇത്ര ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ഓരോ സെക്ഷൻ്റെ ആപ്ലിക്കബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊവിഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണോ അല്ലേ നോക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റഡ് ആണോ അല്ലേ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റീസേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. പ്രൈവറ്റ് കമ്പനീസിൻ്റെ കേസിൽ പറയണത് നിങ്ങൾ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. What are we trying to say over here? See, ആദ്യം നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. സെക്ഷൻ 2 ക്ലോസ് 52. Listed company means a company which has any of its securities listed on any recognized stock exchange, provided that such class of companies which have listed or intend to list such class of securities as may be prescribed. When you say as may be prescribed, central government റൂൾസിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യുമെന്നാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സെബിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് റൂൾസ് ഇറക്കിയിട്ട് ഈ പറഞ്ഞ കമ്പനീസ് ഈ പറഞ്ഞ സെക്യൂരിറ്റി ആണോ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തത് നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അവർ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ അവിടെ റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. റൂൾ 2A ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സെക്ഷൻ നമ്പർ തന്നെ കോട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ആഡഡ് ഇംപ്രഷൻ. റൂൾ നമ്പർ ഒന്നും നോട്ട് നെസസറി. അപ്പോൾ ആസ് പെർ റൂൾസ് ഏതൊക്കെയാണ്? ഫോളോയിങ് ക്ലാസ് ഓഫ് കമ്പനീസ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. ആരൊക്കെ? പബ്ലിക് കമ്പനി അവരെ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, നോട്ട് ലിസ്റ്റഡ്. നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് പബ്ലിക് കമ്പനി അവർ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തു? നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബോത്ത് ഈ പറഞ്ഞ മേലത്തെ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് കമ്പനീസ് ലിസ്റ്റഡ് ദെയർ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ഓൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ അത് നമ്മൾ ഈ ലാസ്റ്റത്തെ കാറ്റഗറി. ഇപ്പോൾ നമ്മൾ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, പിന്നെ ഇത് പ്രൈവറ്റ് കമ്പനി നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ്. ഇനി പബ്ലിക് കമ്പനി അവർ ഇക്വിറ്റി ഷെയർസ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ലിസ്റ്റഡ് ഇൻ എനി ജൂറിസ്ഡിക്ഷൻ ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 23 സബ്സെക്ഷൻ 3 ഓഫ് ദി ആക്ട്. അതായത് നിങ്ങൾ ഇവിടെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതെങ്കിൽ അതും ലിസ്റ്റഡിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. ദിസ് വാസ്
എക്സെപ്ഷൻ കാറ്റഗറിയിൽ പറഞ്ഞത്. വാട്ട് ആർ വി ട്രൈങ് ടു സേ ഓവർ ഹിയർ? സി, നോർമലി നമ്മൾ ഏത് ടൈപ്പ് ഡെറ്റ് സെക്യൂരിറ്റീസ്, ഏത് ടൈപ്പ് പ്രിഫറൻസ് ഷെയർസ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്? ഡെറ്റ് സെക്യൂരിറ്റീസ് നോൺ കൺവേർട്ടബിൾ ആണ്. അതായത് ഈ സാധനങ്ങളൊന്നും ഒരിക്കലും ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ആവാൻ പോകുന്നില്ല. അങ്ങനത്തെ ഡെറ്റ് സെക്യൂരിറ്റീസ് ആണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. വിച്ച് മീൻസ് നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഡെറ്റ് സെക്യൂരിറ്റീസ് കൊടുത്തു, അവരെ ഇത്ര പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കും, അവർ പോയി. ദേ ആർ നോട്ട് ഗോയിങ് ടു ബി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി. പ്രിഫറൻസ് ഷെയർസും നോൺ കൺവേർട്ടബിൾ. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്തു, സെക്ഷൻ 55 പ്രിഫറൻസ് ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്തു, അവർക്ക് ഇത്ര കാലം കഴിഞ്ഞാൽ അവർ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും, അല്ലാതെ അവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവാൻ പോകുന്നില്ല. ഇതൊക്കെ നോൺ കൺവേർട്ടബിൾ. ആൻഡ് ഏത് ബേസിസിൽ? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെന്റ് വരുന്നത്. നമ്മൾ പബ്ലിക് ഇഷ്യൂ പോലും അല്ല ചെയ്തത്. ബിക്കോസ് പബ്ലിക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ലിസ്റ്റിംഗ് കമ്പൽസറി ആണ്. സെക്ഷൻ 40 പറയുന്നുണ്ട്. സെക്ഷൻ 40 ഏതെങ്കിലും കമ്പനി അവർ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിംഗ് എന്തായാലും ചെയ്യൽ കമ്പൽസറി ആണ്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെയാണ് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത്, അത് നോൺ കൺവേർട്ടബിൾ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇവിടെയൊക്കെ ലോ മേക്കേഴ്സിന്റെ ക്ലിയർ ഇന്റൻഷൻ ഇസ് ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് ലോ മേക്കേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇനി പ്രൈവറ്റ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സെക്യൂരിറ്റിയാണ് പറയുന്നത്, ഒന്ന് ഡെറ്റ് സെക്യൂരിറ്റീസും ഒന്ന് പ്രിഫറൻസ് ഷെയർസും. പ്രൈവറ്റ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് സെക്ഷൻ 2 clause 68 പ്രൈവറ്റ് കമ്പനി ഡെഫിനിഷൻ പറയുന്നത്. അവിടെ ആദ്യ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് റെസ്ട്രിക്ട്സ് ദ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവർ ഷെയർസിന്റെ ട്രാൻസ്ഫറിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി അവരെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആവും. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആവാൻ പാടില്ല. ഷെയറിന് ട്രാൻസ്ഫറിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് പ്രൈവറ്റ് കമ്പനിക്ക്. വിച്ച് മീൻസ് അഗെയിൻ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അപ്പോൾ എന്ത് മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ഡെറ്റ് സെക്യൂരിറ്റീസ് മാത്രം സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഉള്ളൂ. അത് ലോ മേക്കേഴ്സ് ഇവിടെ കവർ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ആണോ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തത്, നമ്മൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇതായിരുന്നു എക്സെപ്ഷൻ കാറ്റഗറി. നമ്മൾ കെയർഫുള്ളി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് പബ്ലിക് കമ്പനിയും അവർ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഇവർ ലിസ്റ്റ് ചെയ്തത് നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്, നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ആണ്. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്തായാലും ഒരു റിഡംഷൻ കമ്പൽസറി ആണ്. അത് പ്രിഫറൻസ് ഷെയർസിന്റെ സെക്ഷൻ 55 പറയുന്നുണ്ട്, ഒരൊറ്റ കമ്പനിക്കും ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല. അപ്പോൾ റിഡംഷൻ കമ്പൽസറി ആണ്. വെറുതെ കുറേ വേർഡ്സ് കുത്തിക്കൊള്ളിച്ചാണ് എന്തോ സംഭവമായിട്ട് നിങ്ങൾ തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഇത് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. നിങ്ങൾ ലിസ്റ്റഡ് അല്ല. ഇതാരാ? പ്രൈവറ്റ് കമ്പനി. നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലേ? സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവരാരും ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. നമ്മൾ ഡെഫിനേഷൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട്, നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫ് ഫുള്ള് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് ട്രസ്റ്റ് ലിമിറ്റഡ് എന്താണ്? ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. മൊഡ്യൂൾ ലിമിറ്റഡ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. ഇവരാരും ലിസ്റ്റഡ് കമ്പനി അല്ല. സെക്ഷൻ 2 clause 52 ലിസ്റ്റഡ് കമ്പനി, സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെന്റ്, 55 പ്രിഫറൻസ് ഷെയർസ്. ഡെറ്റ് സെക്യൂരിറ്റീസ് നോർമലി ഏറ്റവും കൂടുതൽ ഡെറ്റ് സെക്യൂരിറ്റീസ് നമ്മൾ റെഫർ ചെയ്യുന്നത് ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് സെക്ഷൻ 71. ഞാൻ റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ സെക്ഷൻ നമ്പേഴ്സും ഇവിടെ കോട്ട് ചെയ്തു എന്ന് മാത്രം.